പാകിസ്ഥാന്റെ പ്രതികരണം എന്താണല്ലോ ലോകമാകെ ഉറ്റുനോക്കുന്നത്. നമ്മൾ ശക്തമായി തിരിച്ചടിച്ചു, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിയുന്ന തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇപ്പോൾ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ നമ്മൾ തിരിച്ചടിക്കും. അത് തന്നെയാണല്ലോ വിദേശകാര്യ സെക്രട്ടറിയുടെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിലും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലുമൊക്കെ നിഴലിക്കുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ, ഇന്ത്യ പ്രകോപനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്കല്ല, ഞങ്ങൾ കീഴടങ്ങുന്നു, ഞങ്ങൾ ഇപ്പോൾ തിരിച്ചടിക്കാനില്ല എന്നൊരു സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രത്യാക്രമണം അതൊരു പക്ഷേ പ്രതീക്ഷ ഒന്നായിരിക്കില്ല. അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. എങ്കിലും ഇനിയൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ വേഗത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടാകില്ല, അതിനുള്ള ശേഷി അവർക്കുണ്ടാകില്ല എന്ന് കരുതാമോ ഈ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെ? രതീഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ വരുന്നത്, അതായത് ഖ്വാജ ആസിഫിൻ്റെ വാക്കുകൾ. അതായത് ഇന്ത്യ ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടി ഒന്നും ആലോചിക്കില്ല എന്നുള്ള തരത്തിൽ വി വിൽ റിഫ്രെയിൻ ഫ്രം ഇറ്റ് എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ ആ സമയത്ത് ദേശീയ സുരക്ഷാ സമിതി യോഗം ചേരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ശബ്ദം അല്ലെങ്കിൽ ഒരു നിലപാട് ഉണ്ട് എന്ന് കരുതാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. കാരണം അവിടെ സൈന്യമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിൽ സൈനിക മേധാവികളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖ്വാജ ഹഫീസ് നടത്തിയ ഒരു പരാമർശമായി മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. പക്ഷേ അത് പാകിസ്ഥാനെ ഇപ്പോൾ ഗ്രസിച്ചിട്ടുള്ള ആ ഭയമാണ് ഖ്വാജ ആസിഫിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഇനിയൊരു ആക്രമണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് താങ്ങാൻ ചിലപ്പോൾ പാകിസ്ഥാന് ശേഷിയുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ സംഭവം 1:05 തുടങ്ങി 25 മിനിറ്റ്, അതായത് പാകിസ്ഥാൻ പേടിച്ച് വിറച്ച 25 മിനിറ്റ്, 1:05 മുതൽ 1:30 വരെ നീണ്ടു നിന്ന ഒരു ആക്രമണത്തിന് ഇത്രയും നേരമായിട്ടും 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിമാനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈലുകളെ തകർക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനം ഉയർത്തി എന്ന് പറയുന്ന ചൈനയുടെ PL-15 മിസൈലുകൾ പോലും പ്രവർത്തനരഹിതമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 9 കേന്ദ്രങ്ങൾ, കൃത്യമായി തിരഞ്ഞെടുത്ത 9 കേന്ദ്രങ്ങൾ തകർത്ത് ാണ് ഇന്ത്യ ചെയ്തത്. പക്ഷേ അതിന് പോലും അല്ലെങ്കിൽ അതിനൊരു കവചമൊരുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ദുർബലമായി നിൽക്കുന്ന പാക് സേനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഇതുവരെ തിരിച്ചടിയുമായി ബന്ധം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് സേനയെ എല്ലാ ചുമതലയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ സുരക്ഷാ സമിതിക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഒരു കാര്യം പാകിസ്ഥാൻ സമ്മതിച്ചു. കഴിഞ്ഞ തവണ ബലാക്കോട്ടിൽ അല്ലെങ്കിൽ ഖൈബർ പത്വൻകുവയിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇത്തവണ അത് അംഗീകരിച്ചു. പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമിച്ചു എന്നുള്ളത്, പാകിസ്ഥാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ആക്രമിച്ചു എന്നുള്ളത് സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല 3 സ്ഥലങ്ങളിൽ അവിടെ 9 കേന്ദ്രങ്ങളിലായി 3 സ്ഥലങ്ങളിലെ 9 കേന്ദ്രങ്ങളിലായി ബോംബ് വർഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതും സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് അതിന് കഴിയും എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി കൂടുതൽ വഷളാക്കിയാൽ ഇതിനേക്കാൾ കടുത്തതായിരിക്കും പ്രഹരം എന്നുള്ളതും പാകിസ്ഥാന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിൽ പാകിസ്ഥാൻ പ്രതികരിച്ചാലും അതിന് സജ്ജം എന്നുള്ള തരത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചൈനയെ അറിയിച്ചിട്ടുള്ളത്. വാങ്ങിയെ നേരിട്ട് വിളിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. പാകിസ്ഥാൻ അഥവാ ഇത് വഷളാക്കാനാണ് തീരുമാനമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് സുരക്ഷാ ഉപദേഷ്ടാവ് വാങ്ങി ചൈനീസ് വിദേശ മന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ ഓപ്പറേഷൻ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഭവൽപൂരിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭവൽപൂരിലെ മർക്കസ് സുബ്ഹാനള്ള അത് അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്ററെങ്കിലും അകലെയാണ്. വായു ദൂരത്തിൽ അവിടേക്ക് മിസൈൽ പ്രയോഗിക്കുമ്പോൾ അതിനെ തടയാനുള്ള ശേഷി പോലും പ്രഹരശേഷി പോലും പാകിസ്ഥാന് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം സസൂക്ഷ്മമായ ഓപ്പറേഷനാണ് നമ്മുടെ സൈന്യം നടത്തിയത്, സംയുക്ത സൈനിക ഓപ്പറേഷൻ നടത്തിയത്. ലഷ്കർ കേന്ദ്രത്തിലേക്ക് മിസൈൽ വർഷിച്ചു, ആ കേന്ദ്രമാകെ തകർക്കപ്പെട്ടു. അങ്ങനെ 9 കേന്ദ്രങ്ങളിലേക്കാണ്, ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് നമ്മുടെ തിരിച്ചടി, അതിൻ്റെ വ്യാപ്തി ഉണ്ടായത്. പാകിസ്ഥാന് ഇനിയുള്ള നിലപാട് എന്താണ് എന്ന് നമ്മളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അതിർത്തിയിൽ ചില പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിലും പാകിസ്ഥാൻ ഇനി എത്ര ദൂരം പ്രകോപനം സൃഷ്ടിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അത്രത്തോളം ശക്തമായ സേനാ വിന്യാസം അതിർത്തിയിൽ ഉൾപ്പെടെയുണ്ട്.
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൈനയെ ഉൾപ്പെടെ ഇന്ത്യയുടെ നിലപാട് എന്താണ്, വേണ്ടി വന്നാൽ ഇനിയും കർശനമായ തിരിച്ചടി ഉണ്ടാകും എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. റഷ്യയുടെ പിന്തുണയുണ്ട്. ഒരു യുദ്ധത്തിലേക്ക്, തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന അഭ്യർത്ഥന ജപ്പാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഫ്രാൻസിന്റെ പ്രതികരണം വരുന്നു. പൊതുവിൽ ഇന്ത്യക്ക് അനുകൂലമായ സമീപനവും നിലപാടും, പാകിസ്ഥാൻ അർഹിച്ചത്, പാകിസ്ഥാനിലെ ഭീകരർ അർഹിച്ചത് നമ്മൾ തിരികെ നൽകി എന്ന വികാരമാണ് ലോകത്താകെ പൊതുവിൽ ഉള്ളത്.